Welcome to Mr. Unbox and Travel. In the നമ്മുടെ ചാനലിലെ 40ാമത്തെ മൊബൈൽ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണുന്നതെങ്കിൽ ഈ ഒരു 40 മൊബൈലിന്റെ അൺബോക്സ് ചെയ്ത പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി മറ്റു വീഡിയോസ് കൂടി കാണാവുന്നതാണ്. ഒരുപക്ഷേ നിങ്ങൾ തേടുന്ന അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫോൺ ചിലപ്പോൾ ഞാൻ അവിടെ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷവോമിയുടെ Redmi 10 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിലൊന്നായ Redmi 10 ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. Redmi 10 എന്ന് പറയുന്ന ഗ്ലോബൽ നെയിമാണ്. ഇതേ ഒരു ഫോൺ തന്നെയാണ് Redmi 10 Prime എന്ന പേരിൽ ഇന്ത്യയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്. ഷവോമിയുടെ Redmi 10 എന്ന് പറയുന്ന ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ബോക്സിനകത്ത് വരുന്നത് നോക്കാം. ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ Redmi 10 ഇവിടെ കാണാം. അതുകൂടാതെ തന്നെ 22.5 വാട്ടിൻ്റെ 22.5 വാട്ടിൻ്റെ ഒരു ചാർജർ നമുക്ക് കൂടെ ലഭിക്കും. അതുകൂടാതെ ഒരു Type-C ചാർജിങ് കേബിൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്തതിന് ശേഷം ഫോൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും പരിശോധിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് പിറകിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്രെയിമും വരുന്നത് പ്ലാസ്റ്റിക് ആണ്. 8.9 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു വലിയ ഫോൺ അല്ലെങ്കിൽ ഒരു ഹെവി ഫോണായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും 181 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. ഇനി താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ Type-C ചാർജിങ് പോർട്ട് ഉണ്ട്, എക്സ്റ്റേണൽ മൈക്ക് ഉണ്ട്, ഒരു സ്പീക്കർ ഗ്രില്ലുണ്ട്. റൈറ്റ് സൈഡിലാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉള്ളത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്ങോട് കൂടിയിട്ടുള്ള പവർ ബട്ടൺ ഉള്ളത്. മുകൾ വശത്താണ് IR ബ്ലാസ്റ്റർ, സെക്കൻഡറി സ്പീക്കർ, ഇത് സ്റ്റീരിയോ സ്പീക്കർ ഫോണാണ്. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ഒരു എക്സ്റ്റേണൽ മൈക്ക്, ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഡിസൈനിൽ നോക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ പഞ്ച് ഹോൾ ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണ്. അതിൽ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 3 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേയും കൂടിയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിസൈൻ വൈസ് അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ ലഭിക്കാവുന്നതിൽ വെച്ച് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള സീ ബ്ലൂവും അതുപോലെ തന്നെ പെബിൾ വൈറ്റും കാർബൺ ഗ്രേയും. 6.5 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ ഫുൾ HD+ റെസൊല്യൂഷൻ ആണ് വരുന്നത്. 405 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LCD ആയതുകൊണ്ടുള്ള ഒരു കളർ വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ വ്യൂയിങ് ആംഗിളിലുള്ള ചെറിയ വേരിയേഷൻ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഷാർപ്പായിട്ട് തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചെറിയൊരു ബജറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു Redmi 10 കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. MediaTek Helio G88 ഒക്ടാ-കോർ പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 nm ആണ് ഇതിൻ്റെ ചിപ്സ് സൈസ് വരുന്നത്. 2 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കാവുന്ന അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 90 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ GPU സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ Mali G52 MC2 എന്ന് പറയുന്ന GPU ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗെയിമിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ ഗെയിമിങ്ങും കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ടുള്ള ഫോണാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ചെറിയ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ വലിയ PUBG അല്ലെങ്കിൽ Asphalt 9, Call of Duty ഇതുപോലത്തെ ഗെയിമിങ്ങിന് ഇത് എത്രത്തോളം സപ്പോർട്ടാകും എന്നുള്ള കാര്യം കുറച്ച് സംശയമാണ്. ഇനി ഇതാണ് നമ്മളൊരു GPU അല്ലെങ്കിൽ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ലഭിക്കാവുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ തന്നെയാണ് ഈ ഒരു Redmi 10 കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB റാമിൽ 64ഉം 4GB റാമിൽ 128ഉം 6GB റാമിൽ 128ഉം. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4GB റാമിൽ 64ഉം അതുപോലെ 6GB റാമിൽ 128GB ആണ് നമ്മുടെ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 512GB വരെ നമുക്ക് മെമ്മറി കാർഡും ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാവുന്നതാണ്. 5000 mAh ബാറ്ററിയാണ് Redmi 10 എന്ന് പറയുന്ന വേർഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Redmi 10 Primeൽ 6000 mAh ബാറ്ററിയാണ് ഉൾപ്പെടുത്തുന്നത്. അതോടൊപ്പം ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ എന്ന് പറയുന്നത് 18 വാട്ടിൻ്റെ ചാർജറാണ്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോൾ
വലിയ രീതിയിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ബാറ്ററി ലൈഫിൽ വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനിംഗ് ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സൂപ്പർ ഫാസ്റ്റ് അല്ല എങ്കിലും അത്യാവശ്യം ഒരു ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഫേസ് ലോക്ക് നോക്കാം. ഇതും ഇതേപോലെ തന്നെ ഒരു സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അത്യാവശ്യം ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്ങും ഫേസ് ലോക്കും ഓപ്പൺ ആവുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന. ഒരു സ്പീക്കർ ഇവിടെ താഴ്ഭാഗത്തും മറ്റൊരു സ്പീക്കർ ഇവിടെ ആയിട്ടും. ജസ്റ്റ് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ വളരെ ലൗഡായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആണുള്ളത്, അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ എടുത്ത് പറയേണ്ടത് നമ്മൾ ഒരുവിധം ഫോണുകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ മെയിൻ സ്പീക്കർ, അതായത് താഴ്ഭാഗത്തുള്ള സ്പീക്കറിനാണ് കൂടുതൽ ലൗഡായിട്ടുള്ള നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു 60-40 റേഷ്യോയിൽ വേണമെങ്കിൽ പറയാം. ഒരു 60% താഴ്ഭാഗത്തെ സ്പീക്കറിൽ നിന്നും ഒരു 40% ആണ് മുകൾ വശത്തെ സ്പീക്കറിൽ നിന്നും നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് കേൾക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ പിറകിൽ 4 ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസും 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ഡെപ്ത് സെൻസർ. ഈ ഒരു 4 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാമറ വെച്ചിട്ട് എടുത്ത ഫോട്ടോസും വീഡിയോസും പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസുമാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കൊരു ചില ഫോട്ടോസിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസ്, ചില ഫോട്ടോസിൽ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ചില ഫോട്ടോസിൽ ഇത്തിരി സാച്ചുറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് ലഭിക്കുന്നത്. എങ്കിലും ഈ ഒരു പ്രൈസിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു റെഡ്മി 9 സീരീസ് ഒക്കെ യൂസ് ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു റെഡ്മി 10 സീരീസ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ റെഡ്മി 9 എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസുമാണ് നമുക്ക് ഈ ഒരു ഫോണിൽ പിറകിലെ ക്യാമറ വെച്ചിട്ട് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 8 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ സാധിക്കുക. സെൽഫി ക്യാമറയിൽ ഞാൻ എടുത്ത ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് ഫോണുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണ് അല്ലെങ്കിൽ നല്ല ഫോട്ടോ തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. ഈവൻ നമ്മൾ എടുത്ത ഫോട്ടോസ് സൂം ചെയ്യുമ്പോഴും അത്യാവശ്യം ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഷാർപ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കളറിൽ വേരിയേഷൻ കുറച്ച് ചില സെനേരിയൊക്കെ അനുസരിച്ച് ചില വേരിയേഷനും കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫോട്ടോ ക്വാളിറ്റിയിൽ 8 മെഗാ പിക്സലിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്ന ഫോണുകളിൽ വെച്ചിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സെൽഫി ഫോട്ടോസ് നൽകുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു റെഡ്മി 10. ഈ റെഡ്മി 10ൻ്റെ പ്രൈസ് ഞാനിവിടെ ഖത്തറിൽ വരുന്നത് പറഞ്ഞുതരാം. 4GB + 64GB വരുന്നത് 599 ഖത്തർ റിയാലാണ്. ഇന്ത്യയുടെ ഏകദേശം 12,000 രൂപയാണ് വരുന്നത്. അതേ സമയത്ത് ഇന്ത്യയിൽ റെഡ്മി 10 പ്രൈം 4GB + 64GB വരുന്നത് 10,499 ഇന്ത്യൻ റുപ്പീസാണ്. ഇനി 6GB + 128GB മെമ്മറി വേരിയൻ്റ് ഇവിടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 699 ഖത്തർ റിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 14,000 രൂപയും. റെഡ്മി 10 പ്രൈമിൽ ഇന്ത്യയിൽ 6GB + 128GB മെമ്മറി വേരിയൻ്റ് വരുന്നത് 14,499 ഇന്ത്യൻ റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ റെഡ്മി 10ൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും 90 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള LCD ഡിസ്പ്ലേ തന്നെയാണ്. വളരെ ഷാർപ്പായിട്ട് നമുക്ക് വിഷ്വലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. 405 പിക്സൽ പെർ ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ 5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബജറ്റ് ഒരു 12,500 ആ ഒരു ബജറ്റാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു റെഡ്മി 10. അതുകൂടാതെ റെഡ്മി 9 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ഫോണുകളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ കൂടി തന്നെയാണ് ഈ ഒരു റെഡ്മി 10. ഇന്നത്തെ ഈ ഒരു റെഡ്മി 10ൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായത് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് കമൻറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മൊബൈലിനെ കുറിച്ചും വീഡിയോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൊന്ന് രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ടെക് സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റീപ്ലൈയും തരുന്നതാണ്.
അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവുചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.